അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന വിഷയം കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കലഹങ്ങളും അതുപോലെ തന്നെ ഐക്യമില്ലായ്മയും പരസ്പരം സ്നേഹമില്ലായ്മ കടിച്ചു കീറുന്ന സ്വഭാവക്കാർ ഒരുപാട് കുടുംബങ്ങൾ കണ്ടുവരാറുണ്ട്. അത് ഇല്ലാതിരിക്കാൻ എന്താണൊരു പരിഹാരം? പല ആളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉസ്താദുമാരുടെ അടുത്തൊക്കെ പോയി ചികിത്സ തേടുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു ടിപ്സാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നാത്തും പോര്, അമ്മായിമ്മ പോര്, അങ്ങനെ തുടങ്ങി എന്ത് പേരിട്ട് വിളിച്ചാലും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ചില മക്കൾ ഉമ്മയോടും ഉപ്പയോടൊക്കെ ദേഷ്യത്തിൽ സംസാരിക്കുക, ചില മാതാപിതാക്കൾ മക്കളോട് ദേഷ്യത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെ തുടങ്ങി ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വേണം. അല്ലെങ്കിൽ ഇത് ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ളൊരു ടിപ്സാണ് നമ്മളിന്ന് ചെറു വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന യാ മുത്തകബ്ബിർ, ഇത് അള്ളാഹുവിൻ്റെ ഇസ്മായത്തിനും അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണത്, യാ മുത്തകബ്ബിർ എന്നുള്ളത്. ഈ ഇസ്മ 666 തവണ ചൊല്ലി പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് പോലുള്ളവയിൽ മന്ത്രിച്ചൂതുക. വുളു ഉണ്ടാക്കി കിബിലയിലേക്ക് നേരെ തിരിഞ്ഞിരുന്ന് ഈ ഇസ്മ 666 തവണ ചൊല്ലി പഞ്ചസാരയിൽ മന്ത്രിക്കുക, അല്ലെങ്കിൽ ഉപ്പ്. ഇത് മന്ത്രിച്ചിട്ട് ഇത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും, ചോറുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പഞ്ചസാരയിലെ ഉപ്പ് അതിൽ കലർത്തി ഈ ഭക്ഷണം വീട്ടിലുള്ള എല്ലാവരും കഴിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള കഴിച്ച ആളുകൾക്ക് തമ്മിൽ പരസ്പരം സ്നേഹവും ഒരു ഐക്യവും കൂട്ടി ഉറപ്പിക്കാൻ ഇത് കാരണമാകും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പല കുടുംബങ്ങളും ഇത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. നിങ്ങൾക്കും ഇത് ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.